ഈ സാഹചര്യത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ഉണർവെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഉണർവ് വരട്ടെ, അല്ലെങ്കിൽ എന്റെ ദേശത്ത് ഉണർവ് വരട്ടെ, എന്റെ രാജ്യത്ത് ഉണർവ് വരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം എന്നിൽ ഉണർവ് വെളിപ്പെട്ടാൽ മതി എന്ന് ഓരോ വ്യക്തികളും കാത്തിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കടന്നു വരികയില്ല. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അന്ത്യകാല ഉണർവ് അല്ലെങ്കിൽ ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് ഓരോരുത്തരിലുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ ഉണർവ് വെളിപ്പെടത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ ദേശത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഉണർവ് ഈ ലോക രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ വ്യക്തികളും നാളെയുടെ വാഗ്ദാനമാണെന്ന് ഹല്ലേലൂയ നാം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ആ പുനരുദ്ധാനം, ആ പുനർജീവനം നടക്കേണ്ടതും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ നിന്നും പുനർജനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ ഹല്ലേലൂയ ഉടലെടുക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ അന്ത്യകാല ഉണർവ് ഒരു വ്യക്തിയിൽ വെളിപ്പെടണമെങ്കിൽ ഒരിക്കലും മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ഹല്ലേലൂയ ആ ഉണർവ് നമ്മിൽ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ത്രിത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ, സ്തോത്രം, ആ എൻഡ് ടൈം റിവൈവൽ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. പുനർജീവനം നമ്മളിൽ നിന്ന് ഉടലെടുക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അപ്പോസ്തലന്മാരെല്ലാവരും ഹല്ലേലൂയ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരുടെ മേൽ വരുവാനിടയായി. ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ഈ 6 വൻകരകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പകൽക്കാലമാണല്ലോ. ഹല്ലേലൂയ. അതെ, നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും ദൈവസന്നിധിയിൽ എത്തിച്ചേരും. ദൈവസന്നിധിയിൽ എത്തിച്ചേരുക മാത്രമല്ല ഹല്ലേലൂയ ഒരു ഉണർവിന്റെ കാറ്റ് ഈ ലോകമെമ്പാടും വീശുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് ഈ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലങ്ങളെ കീറി മുറിച്ച് ദൈവസന്നിധിയിൽ എത്തുക മാത്രമല്ല ഹല്ലേലൂയ, സ്തോത്രം, നമുക്കുള്ള മറുപടിയുമായി, ഈ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി ഹല്ലേലൂയ അതെ ആ അന്ത്യകാലത്തിന്റെ ഉണർവിന്റെ ഒരു കാറ്റ് ഈ ലോകമെമ്പാടും വീശുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി ദൈവവചനത്തിലേക്ക് കടക്കാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാദാ നിന്റെ വാൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വാൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ, ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ, ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാദാ നിന്റെ വാൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വാൻ കൃപകൾ
ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവേൻ ശക്തി അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവേൻ ശക്തി അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവേൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വാൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വാൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതെ, നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് നാം പാടിയത്. ഈ അന്ത്യകാലത്ത്, ഈ അവസാന നാളുകളിൽ ഹല്ലേലൂയ, ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്നത് അതേ സമയം കഴിയാറായി, കർത്താവ് വരുവാൻ സമയമായി. ഹല്ലേലൂയ. ആ അന്ത്യകാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക. അവസാന നാളുകളിലേക്ക് നാം ഓരോരുത്തരും സ്റ്റെപ്പ് എടുത്തു വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഉണർവ് വെളിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തൊരു ഉണർവ്, ഹല്ലേലൂയ, ഉണർവിന്റെ കാറ്റടിക്കേണ്ടത് ഹല്ലേലൂയ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണർവെന്ന് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഉണർവ് ഇതുപോലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇതുപോലൊരു ആത്മീയ കൂട്ടായ്മയിൽ ഹല്ലേലൂയ, സ്തോത്രം, നാം 6 വൻകരകൾക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ തരുണത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായി യഥാർത്ഥമായി നാം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ, ലോകമെമ്പാടും ഒരു ഉണർവ് പ്രചരിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വരുന്നതിന് മുൻപേ ഹല്ലേലൂയ ഈ ലോക ജനതയെ എല്ലാവരെയും ഹല്ലേലൂയ ഒരുക്കത്തോടെ ആയിരിക്കാൻ നാം സഹായിക്കുക. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നാം കൈകോർക്കുക. ഹല്ലേലൂയ, നാം എല്ലാവരും സത്യദൈവത്തെ അറിയുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനും സുവിശേഷം പറയുവാനും ദൈവം തന്നിരിക്കുന്ന ഈ സാഹചര്യം ഓരോന്നും ഹല്ലേലൂയ, സ്തോത്രം, പാഴാക്കി കളയാതെ ഓരോ ജനവിഭാഗത്തിലേക്കും ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും ആ സത്യസുവിശേഷത്തെ അറിയിപ്പാൻ ഹല്ലേലൂയ, അതെ, അവരും യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സത്യദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക എന്നുള്ള ലക്ഷ്യമല്ലേ ഓരോ ആത്മീയ കൂട്ടായ്മയുടെയും. ഇന്ന് ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഹല്ലേലൂയ ആത്മീയ കൂട്ടായ്മകൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 9 മാസ കാലയളവിൽ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഉണ്ടായിരുന്നതിനേക്കാൾ യഥാർത്ഥമായി പറഞ്ഞാൽ ലോകമെമ്പാടും ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ മനുഷ്യൻ ഈ ശാസ്ത്രത്തെ ഈ ലോകത്തെ തന്റെ കൈക്കൊമ്പിളിലാക്കിയാലും ഹല്ലേലൂയ, സ്തോത്രം, എത്രത്തോളം വലിയവനാണെന്ന് തന്നെ പുകഴ്ത്തി പറഞ്ഞാലും ഹല്ലേലൂയ അവൻ ഒന്നുമല്ല എന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഈ 9 മാസം കൊണ്ട് ഓരോ മനുഷ്യനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം എന്തൊക്കെ കെട്ടിപ്പടുത്താലും എന്തൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നാം പുരോഗതി കൈവരിച്ചാലും ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കൃപയൊന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കൊറോണ വൈറസ് ഇന്നും ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹല്ലേലൂയ അതിന് വാക്സിൻ കണ്ടുപിടിച്ചെന്നും പലരും അത് പരീക്ഷിച്ചെന്നും പറയുന്നതല്ലാതെ ഹല്ലേലൂയ, സ്തോത്രം, അതിന് നിരന്തരമായൊരു തീർവ് അല്ലെങ്കിൽ നിരന്തരമായൊരു സൊല്യൂഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതെ, മനുഷ്യൻ ഒന്നുമല്ല എന്ന് ഹല്ലേലൂയ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെയോ മനസ്സിലാക്കി കൊടുത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളും ഞാനും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, ഈ സാഹചര്യത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത്
അത്യന്താപേക്ഷിതമാണ്. ഈ ഉണർവെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഉണർവ് വരട്ടെ, അല്ലെങ്കിൽ എന്റെ ദേശത്ത് ഉണർവ് വരട്ടെ, എന്റെ രാജ്യത്ത് ഉണർവ് വരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം എന്നിൽ ഉണർവ് വെളിപ്പെട്ടാൽ മതി എന്ന് ഓരോ വ്യക്തികളും കാത്തിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കടന്നു വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. യഥാർത്ഥത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ അന്ത്യകാല ഉണർവ് അല്ലെങ്കിൽ ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് ഓരോരുത്തരിലുമാണ്. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ ഉണർവ് വെളിപ്പെടത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ ദേശത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഉണർവ് ഈ ലോക രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഓരോ വ്യക്തികളും നാളെയുടെ വാഗ്ദാനമാണെന്ന് ഹല്ലേലൂയ നാം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ആ പുനരുദ്ധാനം, ആ പുനർജീവനം നടക്കേണ്ടതും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ നിന്നും പുനർജനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ ഹല്ലേലൂയ ഉടലെടുക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതെ, ആ അന്ത്യകാല ഉണർവ് ഒരു വ്യക്തിയിൽ വെളിപ്പെടണമെങ്കിൽ ഒരിക്കലും മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ഹല്ലേലൂയ ആ ഉണർവ് നമ്മിൽ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിന് ത്രിത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ആ എൻഡ് ടൈം റിവൈവൽ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. ആ പുനർജീവനം നമ്മളിൽ നിന്ന് ഉടലെടുക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അപ്പോസ്തലന്മാരെല്ലാവരും ഹല്ലേലൂയ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരുടെ മേൽ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, അതെ, ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ഇതുപോലൊരു സാഹചര്യം അന്നത്തെ ജനതയെ അനുഭവിച്ചിരുന്നു. അതെ, നമുക്ക് പുറത്തേക്ക് പോകുവാൻ കഴിയാതെ ഒരു ലോക്ക്ഡൌണിന്റെ പ്രതീതി അന്നുണ്ടായിരുന്ന ആ ജനവിഭാഗങ്ങളും അനുഭവിച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. അന്ന് അവരെല്ലാവരും ആ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ്, ആ ഉയരത്തിലുള്ള അത്യന്ത ശക്തി, ആ ദിവ്യ ശക്തി ഹല്ലേലൂയ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് വചനം ഇപ്രകാരം വായിക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അതെ, അവരൊന്നിച്ച് കൈകോർക്കാൻ തയ്യാറായപ്പോൾ, അവരൊന്നിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോൾ, അതെ, ആ 50-ാമത്തെ നാളിൽ, ആ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു കൊടിയ കാറ്റ് വീശുവാനിടയായി തീർന്നു. ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടാകുവാനിടയായി തീർന്നു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും ഹല്ലേലൂയ സ്തോത്രം ആ ഇടിമുഴക്കം നിറയുവാനിടയായി തീർന്നു. അഗ്നിജ്വാല പോലെ ആ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അതെ, ആ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്ന നാളാണത്. ആ ഇറങ്ങി വന്ന തരുണമാണ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികളിൽ ഇപ്രകാരം വിശദീകരിച്ചിരിക്കുന്നത്. അഗ്നിജ്വാല പോലെ ഹല്ലേലൂയ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ ഉയരത്തിലുള്ള അത്യന്ത ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന ആ ലോക്ക്ഡൌൺ പോലെയുള്ള അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമില്ലാത്ത ആ ചലനമറ്റ അവസ്ഥയിൽ നിന്ന് ഒരു ചലനം വെളിപ്പെടുവാനിടയായി തീർന്നു. അതൊരു ആത്മീക ചലനമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങിയെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെ,
നാം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യങ്ങൾ ഉണ്ടാവും പറയുവാൻ. ആദ്യമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ, ആ അത്യന്ത ശക്തിയെ നാം സ്വീകരിച്ചപ്പോൾ, ആ അഭിഷേകത്തിന്റെ നിറവുകളിൽ നാം ജീവിച്ചിരുന്ന നാളുകൾ, ഹല്ലേലൂയ സ്തോത്രം, ഓരോ ദൈവ പൈതൽ പറയുന്നത്, ഓരോരുത്തരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ആ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളെ ആദ്യമായി ദൈവം നൽകിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഒരു തീയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, അല്ലെങ്കിൽ അതെന്നെ എടുത്തെറിഞ്ഞു, ഒരു കരണ്ട് അടിക്കുന്ന പോലുള്ള അനുഭവം എന്നിലുണ്ടായി. അതെ, ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ ചലനമറ്റവനായി അല്ല നിൽക്കുന്നത്, ഒരു ചലനം, ഹല്ലേലൂയ, അവനിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് എപ്രകാരമുള്ള ചലനമാണെന്ന്, ഹല്ലേലൂയ, നമ്മുടെ സമർപ്പണം അനുസരിച്ചിരിക്കും, നമ്മുടെ ഒരുക്കം അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരാള് പോലും ചലനമറ്റവരായി അല്ലെങ്കിൽ നിശബ്ദമായി നിൽക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഒരാൾ പോലും, ഹല്ലേലൂയ, ആ നിൽക്കുന്ന ഇടത്ത് നിന്ന് ചലിക്കാതെ നിന്നിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ അധരങ്ങൾ തുറക്കാതെ ഇരുന്നിട്ടില്ല, അവൻ അന്യഭാഷകളിൽ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. ഇവിടെ വചനവും അത് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. അതെ, യേശു കർത്താവിന്റെ മരണത്തിന് ശേഷം ആദ്യമായി ഉണർവ് വെളിപ്പെട്ടത് ഈ പെന്തക്കോസ്ത് നാളിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിന് ശേഷം, ഹല്ലേലൂയ, ദൈവനിയോഗമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടവർക്ക് ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരിലും നൽകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചവരായ നാം, ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായ നാം, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ യഥാർത്ഥമായ ഉണർവ്, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവ് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ അവർ യഥാർത്ഥത്തിൽ, ആ ശിഷ്യന്മാർ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുകയാണെങ്കിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു കർത്താവ്, ഹല്ലേലൂയ, അവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി അവരുടെ മുന്നിൽ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് പോലും, ഹല്ലേലൂയ, ആ വിശ്വാസമുള്ള ആ ശിഷ്യന്മാരെ ശാസിച്ച് അവരോടുകൂടെ തന്നെ യേശു കർത്താവ് ഇനിയുള്ള 40 ദിവസം, ഹല്ലേലൂയ, ആ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 40 ദിവസം ആയിരിക്കാനിടയായി തീർന്നു. ആ 40 ദിവസങ്ങളും യേശു കർത്താവ് ചെയ്തതെന്താ? തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകി, സ്വർഗീയ മർമ്മങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകി. ഹല്ലേലൂയ. ആ യേശു കർത്താവ് ആ 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴും, ഹല്ലേലൂയ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതേ, ആ ത്രിത്വത്തിൽ 3-ാമനായ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്, ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് യേശു കർത്താവ് തന്റെ ഓരോ ശിഷ്യന്മാരെയും ഉപദേശിച്ചുകൊണ്ട് നടന്നത്. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും യേശു കർത്താവിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തിയെ പ്രാപിക്കുവാൻ യേശു കർത്താവ് തന്റെ ഓരോ ശിഷ്യന്മാരെയും, ഹല്ലേലൂയ, ഉപദേശിച്ചു പോന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 49-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ആ ശക്തി അതെ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. എന്താണ് പിതാവ് വാഗ്ദത്തം ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം. ആ പരിശുദ്ധാത്മാവെന്ന, ഹല്ലേലൂയ, ആ അത്യന്ത ശക്തിയാണ് പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത്. കർത്താവായ യേശു ക്രിസ്തു പറയാ, ആ അത്യന്ത ശക്തിയെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ആ ഉയരത്തിലുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതായത് ആ ശക്തി പ്രാപിച്ചതിന് ശേഷം മാത്രം, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർക്ക് നിയോഗം, ലക്ഷ്യങ്ങൾ കൊടുക്കുക. എന്താ? ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിപ്പിൻ. ഹല്ലേലൂയ. ലോകമെമ്പാടും പോയി ക്രിസ്തുവിനെ പ്രസംഗിപ്പിൻ. ലോകമെമ്പാടും പോയി സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള, ഹല്ലേലൂയ, സത്യങ്ങളെ അല്ലെങ്കിൽ ആ മർമ്മങ്ങളെ ജനങ്ങളിലേക്ക് എത്തിപ്പാൻ, ഹല്ലേലൂയ, ഓരോ ശിഷ്യന്മാർക്കും യേശു കർത്താവ് നിയോഗം
നൽകിയ അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് ഹല്ലേലൂയ ആ ഉയരത്തിലുള്ള ശക്തി ധരിച്ചു എന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ ആ ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ, ആ ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർ അപ്രകാരം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നാം സുവിശേഷം വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം മുതൽ അങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ യേശു കർത്താവ് തന്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ആ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപുള്ള നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊടുത്തതും പരിശുദ്ധാത്മാവെന്ന ആ മഹാശക്തിയെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെ, ആ ദിവ്യ ശക്തിയെ കുറിച്ച് തന്നെയായിരുന്നു സുവിശേഷങ്ങളിലുടനീളം യേശു കർത്താവ് പരാമർശിച്ചു കൊണ്ടിരുന്നത്. ആ ദിവ്യശക്തിക്ക് മാത്രമേ, അതെന്തുകൊണ്ടാ ആ ദിവ്യശക്തിക്ക് മാത്രമേ യഥാർത്ഥമായ ഒരു ഉണർവ് ഒരു വ്യക്തിയെ ഹല്ലേലൂയ കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യഥാർത്ഥമായ ഒരു പുനർജീവനം നൽകുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ 40 ദിവസവും തന്റെ ശിഷ്യന്മാർക്ക് ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. അതൊരു പക്ഷേ നാം ഇപ്പോൾ വചനം വായിച്ചു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ എങ്ങനെ ഇറങ്ങി വന്നുവെന്ന്. അതൊരു പക്ഷേ ഒരു കൊടിയ കാറ്റിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇടിമുഴക്കത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു തീയുടെ സാന്നിധ്യമായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയായിരുന്നാലും ഹല്ലേലൂയ അതെ, സമർപ്പിക്കുന്നവർക്ക് ഹല്ലേലൂയ, കാത്തിരിക്കുന്നവർക്ക് ഹല്ലേലൂയ അതെ, ഞാൻ ഇത്രകാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇത്രകാലം ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു കർത്താവേ, എന്നാൽ ഇതുവരെ എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽക്കാലം അവർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാട്ടെ. ആ കൊടിയ കാറ്റിനെ ഹല്ലേലൂയ, ആ തീയുടെ സാന്നിധ്യത്തെ, ആ ഇടിമുഴക്കത്തെ ഹല്ലേലൂയ സ്വീകരിപ്പാൻ നിങ്ങളൊന്ന് തയ്യാറായാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവെന്ന ഹല്ലേലൂയ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ഇറങ്ങി വരുവാനിടയായി തീരും. എന്നാൽ ഹല്ലേലൂയ ഉണർവ് എന്ന് ഞാൻ ഉണർവിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ആ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ട ആ ഉണർവ് ഹല്ലേലൂയ, നാം എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്, അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണല്ല. നാം നമ്മെ കുറിച്ച് തന്നെ പുകഴ്ന്ന് പറയുമ്പോഴും നാം ചിന്തിക്കണം, ആ യഥാർത്ഥമായ ഉണർവ് നിന്നിൽ നിന്ന് ഉടലെടുത്തിട്ടുണ്ടോ? ആ യഥാർത്ഥമായ ചലനം ഹല്ലേലൂയ, ആത്മീയമായ ഒരു ചലനം ഇന്ന് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ഉടലെടുത്തിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് ആ ഉണർവ് ഉടലെടുത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം അത് ഈ ദേശത്തേക്ക് വ്യാപരിക്കുള്ളൂ. ഒരു വ്യക്തിയിൽ നിന്നുള്ള ഉണർവ് ഹല്ലേലൂയ സഭയിലേക്ക് വ്യാപരിക്കും. ആ സഭയിൽ ഉണർവ് വ്യാപിച്ചാൽ ഹല്ലേലൂയ ദേശത്ത് ഉണർവ് വെളിപ്പെടാൻ കാരണമായി തീരും. ദേശത്ത് ഉണർവ് വെളിപ്പെട്ടാൽ രാജ്യങ്ങളിൽ ഉണർവ് വെളിപ്പെടാനിടയായി തീരും. രാജ്യങ്ങളിൽ ഉണർവ് വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ലോകമെമ്പാടും ഹല്ലേലൂയ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ആ ഉണർവിന്റെ കാറ്റടിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. യഥാർത്ഥത്തിൽ ഉണർവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ ആരാധിക്കുക എന്നത് മാത്രമല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉണർവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് ഉണർവ്. ഹല്ലേലൂയ സ്തോത്രം. നാം എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ, അല്ലെങ്കിൽ നാം അന്യഭാഷയിൽ ആരാധിച്ചാൽ, അല്ലെങ്കിൽ നാം കൂട്ടായ്മകൾ ആചരിച്ചാൽ ഹല്ലേലൂയ, നാം ചർച്ചിൽ പോയാൽ ഹല്ലേലൂയ, എല്ലാ ആഴ്ചയും കൂട്ടായ്മ ആചരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉണർവ് വെളിപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ ഉണർവ്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് ഉണർവ്. അപ്പോൾ മാത്രമാണ് ആ വ്യക്തിയിൽ യഥാർത്ഥമായ ഒരു ഉണർവ് ഉടലെടുക്കുന്നത്. എന്നാൽ ഈ മാനസാന്തരവും ഈ ദൈവത്തിങ്കലേക്ക് തിരിയുന്നതും ഹല്ലേലൂയ ഒരിക്കലും മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ശക്തി കൊണ്ടോ നമുക്ക് സാധിക്കത്തില്ല. അത് ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ നടക്കണമെങ്കിൽ ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവ്
അവന്റെ ഹൃദയങ്ങളിൽ പരിവർത്തിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം യഥാർത്ഥമായ ഒരു ഉണർവ് ആ വ്യക്തിയിൽ നിന്നും ഉടലെടുക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഉണർവിന്റെ ആദ്യ സ്റ്റെപ്പാണെന്ന്. ഹല്ലേലൂയ. അതായത് അതുവരെ നിശ്ചലമായിരുന്ന, അതുവരെ ദൈവത്തെ അറിയാതിരുന്ന, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ഈ മോഹങ്ങളിൽ ഉഴന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ അവൻ ചലനമുള്ളവനായി തീരും. പരിശുദ്ധാത്മാവ് അവനെ ഹല്ലേലൂയ ചലിപ്പിക്കുവാനിടയായിത്തീരും. അത് തന്നെയാണ് ഹല്ലേലൂയ ഉണർവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ, സ്വയമേ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനു മുൻപുണ്ടായിരുന്ന നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയായിരുന്നു, അതിനുശേഷം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഭാവവും നമ്മുടെ ചിന്തകളും എങ്ങനെയുള്ളതായിരുന്നു എന്ന്. ഹല്ലേലൂയ. തീർച്ചയായും അതിന് രണ്ടിനും അനന്തരമായ ഒരു വ്യത്യാസമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഹല്ലേലൂയ അവൻ ഒരു ടോട്ടൽ ചേഞ്ച് അവന്റെ ജീവിതത്തിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പ്രവൃത്തിയിൽ, അവന്റെ നടപ്പിൽ ഹല്ലേലൂയ വരുവാനിടയായിത്തീരും. അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതെ, അപ്പൊ ആദ്യത്തെ ആ സ്റ്റേജിൽ ഒരു വ്യക്തി ഈ ലോകത്തിന്റെ എല്ലാ അവസ്ഥകളും വിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരിക. അവന്റെ ഉള്ളിൽ ആത്മീയമായ ഒരു ചലനം സ്റ്റാർട്ട് ആകുന്ന സമയമാണത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു പുനർജീവനം അവന്റെ ഉള്ളിൽ നടക്കുന്ന സമയമാണത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതുകൊണ്ട് മാത്രം ഉണർവ് വെളിപ്പെടുന്നില്ല. അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഹല്ലേലൂയ മാനസാന്തരവും ദൈവത്തിങ്കിലേക്കുള്ള ഹല്ലേലൂയ ആ മടങ്ങി വരുവും. അതെ, മാനസാന്തരം. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരുവന് ഹല്ലേലൂയ പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായത്തെക്കുറിച്ചും ഹല്ലേലൂയ ഒരുവന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ ഉണർവ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ അതെ, താൻ ചെയ്ത പാപം മനസ്സിലാക്കി മാനസാന്തരപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ഓരോ പാപിയും രക്ഷിക്കപ്പെടുന്നത്. അപ്പോ അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന ആ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, മാനസാന്തരവും ദൈവത്തിങ്കിലേക്കുള്ള ആ തിരിച്ചുവരവും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതെല്ലാം നാം മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു, നാം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു, അന്യഭാഷകളിൽ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, നമ്മുടെ ഉള്ളിൽ മാനസാന്തരം വന്നു കഴിഞ്ഞു, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി ഹല്ലേലൂയ തിരിച്ചുപോയി. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ ഇത് മാത്രമാണ് ഉണർവ്? ഹല്ലേലൂയ ഒരിക്കലുമല്ല. ഈ മാനസാന്തരവും ഈ ദൈവത്തിങ്കിലേക്കുള്ള ഈ മടങ്ങി വരവ് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നടന്നാൽ ഉണർവ് ഒരിക്കലും വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം നാം എന്ത് ചെയ്യണം? ആ അത്യന്ത ശക്തി വന്നതിന് ശേഷം നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ അതെ, അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഉണർവ് ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടാനായിട്ട് പോകുന്നത്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നാം എല്ലാവരും പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ, നാം എല്ലാവരും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുമ്പോൾ, നാം എല്ലാവരും നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ചലിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ അപ്പോഴാണ് ഹല്ലേലൂയ യഥാർത്ഥമായ ഉണർവ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവം തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരിൽ ഹല്ലേലൂയ സ്തോത്രം അവരിൽ നടക്കുന്ന ആ ആത്മീയ ചലനം, ആ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷം അറിയിപ്പാൻ വേണ്ടി, ഓരോ ജനവും സത്യദൈവത്തെ അറിയുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാം ചലിക്കുമ്പോഴാണ് ആ ഉണർവ് നമ്മിൽ ഓരോരുത്തരിലും പ്രകടമാകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാണ് ആ ഉണർവ് എന്ന ആ പ്രക്രിയ ഒരു വ്യക്തിയിൽ പൂർണ്ണമാകുന്നത്. അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, 1-ാം അധ്യായം 8-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ അത്യന്ത ശക്തി വരുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും എന്റെ സുവിശേഷം അറിയിപ്പാൻ കാരണമായി തീരും. നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ആകണം എന്നല്ല യേശു കർത്താവ് പറഞ്ഞത്, ആയിത്തീരും എന്നല്ല യേശു കർത്താവ് പറഞ്ഞത്, ആകും. ഒരു ഉറപ്പിന്റെ പ്രവചനമാണത്, ഒരു ഉറപ്പിന്റെ വാക്കാണത്, ഒരു കൺഫർമേഷൻ. അതെ, ആ ശക്തി ലഭിക്കുമ്പോൾ നാം എല്ലാവരും ലോകമെമ്പാടും പോയി സുവിശേഷം പറയുമെന്നും ദൈവത്തിന്റെ സാക്ഷികളാകുമെന്നും ഉറപ്പോടെ യേശു കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അത്യന്ത ശക്തി ലഭിച്ചിട്ട് ചുമ്മാ ഇരിക്കാനല്ല. ഹല്ലേലൂയ, യേശു കർത്താവ് പറയുക, എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ലോകമെമ്പാടും ഭൂമിയുടെ അറ്റത്തോളവും പോയി നിങ്ങൾ സുവിശേഷം അറിയിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഉണർവിന്റെ കാറ്റടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉണർവ് യഥാർത്ഥത്തിലൂടെ ഉടലെടുക്കുന്നത് ഒരു പക്ഷേ നാം പോലും അറിയത്തില്ലായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അത് ഇന്ന സമയം, ഇന്ന ദിവസം, ഇന്ന നാഴിക, അപ്പോൾ മാത്രമേ നിന്നിൽ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ എന്നോ, അപ്പോൾ മാത്രമേ നിന്നിൽ ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എന്നോ എവിടെയും പറയുന്നില്ല. ഒരു പക്ഷെ ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആ യഥാർത്ഥമായ ആത്മീയ ഉണർവ് നിന്നിൽ വെളിപ്പെടുമ്പോൾ ഒരു പക്ഷേ അത് നീ പോലും അറിയത്തില്ലായിരിക്കാം. യേശു കർത്താവ് പറയുന്നുണ്ട്, പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന സ്നാനം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം ലഭിക്കുവാനിടയായിത്തീരും. എന്നാൽ അതിന്റെ സമയങ്ങളെയോ കാലങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഒരുക്കപ്പെട്ടവർക്ക്, നിയോഗമുള്ളവർക്ക്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു തരുവാനിടയായിത്തീരും. എന്നാൽ അതിന്റെ സമയമോ കാലമോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് വചനം പറയുന്നു. ദൈവത്തിന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. കൊയ്യുവാനൊരു കാലം, വിതയ്ക്കുവാനൊരു കാലം എന്ന് വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത്, അതാ അതിന്റെ സമയത്ത് അത് നടക്കുവാനിടയായിത്തീരും. നീ എത്ര ഒതുങ്ങിയിരുന്നാലും ഹല്ലേലൂയ നിന്നിൽ ഒരു ഉണർവ് വെളിപ്പെടണമെന്ന് എന്റെ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അത് നീ പോലും അറിയാതെ ദൈവത്തിന് ഹിതമുള്ള സമയത്ത് നിന്നിൽ വെളിപ്പെടുവാനിടയായിത്തീരും. നിന്റെ ദേശത്ത് വെളിപ്പെടുവാനിടയായിത്തീരും, നിന്റെ കുടുംബത്ത് വെളിപ്പെടുവാനിടയായിത്തീരും, നിന്റെ രാജ്യത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഹല്ലേലൂയ തന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിന് ജാതിഭേദമില്ല, വർണ്ണവ്യത്യാസമില്ല, മുതിർന്നവരെന്നോ കുഞ്ഞുങ്ങളെന്നോ ഇല്ല. യോവേൽ പുസ്തകത്തിൽ ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, യോവേൽ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അത് ഇന്നവരിൽ മാത്രമേ ഞാൻ എന്റെ ആത്മാവിനെ നിവേശിപ്പിക്കൂ എന്ന് വചനം എവിടെയും പറയുന്നില്ല. ആ അന്ത്യകാല സമയത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഹല്ലേലൂയ പ്രവചിക്കുവാനിടയായിത്തീരും, നിന്റെ വൃദ്ധന്മാർ ദർശനങ്ങൾ കാണുവാനിടയായിത്തീരും, നിന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഹല്ലേലൂയ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് ഹല്ലേലൂയ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. ഒരു പക്ഷേ നാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണർവ് വെളിപ്പെടുന്നത് ഒരുപക്ഷെ കുറവായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ നോർത്തേൺ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഓരോ നിമിഷവും അവിടെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഒരു ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഓരോ വ്യക്തി യേശുവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്ത് ഒത്തിരി പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിരിക്കാം, ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നശിച്ചു പോകുവാനിടയായിത്തീരും. എന്നാൽ യേശു കർത്താവ് എന്ന ആ പ്രസ്ഥാനം ഇന്നും വളർന്നുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഓരോ
സെക്കൻഡും ഓരോ വ്യക്തികളും യേശുവിന് വേണ്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഓരോ മീറ്റിങ്ങുകളും, ഹല്ലേലൂയ, ഓരോ കൂട്ടായ്മകളും നാം ടിവിയിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ കാണുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളിൽ തന്നെ ഒരു ചലനം വെളിപ്പെടുവാനിടയായി തീരും. അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തി ജീവിതങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആ ഉണർവ് ഓരോ നിമിഷവും അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നതല്ല, ഞാൻ ലൈവായി കാണുകയാണെങ്കിൽ, ഹല്ലേലൂയ, അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളിലും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ലൈവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് കാരണം എന്താ? അവിടുത്തെ ജനങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഓരോ നിമിഷവും ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കത്തോടെ അവർ കാത്തുവെച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഉത്സവത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ, ഹല്ലേലൂയ, യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവർ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പ്രകാരം ജീവജല നദികൾ ഒഴുകുവാൻ കാരണമായി തീരും. തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഹല്ലേലൂയ, തന്നെ വിശ്വസിക്കുന്നവനെ, ഹല്ലേലൂയ, ദൈവം ദാനമായി നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു കർത്താവ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതെ, ആ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ യേശു കർത്താവ് എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വാഞ്ചയോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക്, ഹല്ലേലൂയ, അത്യന്ത ശക്തി പകരപ്പെടുവാൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ഏത് സമയം ഒരുക്കത്തോടെ ഇരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ മുന്നേ പറയുകയുണ്ടായി, 24:49 വചനം, നിങ്ങൾ ആ ഉയരത്തിലെ ശക്തി ധരിക്കുവാണം കാത്തിരിക്കുക, അതിനുശേഷം മാത്രം ഞാൻ പറഞ്ഞ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് കടക്കുക എന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അതെ, പിതാവ് വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവ്, ആ ജ്ഞാനത്തിന്റെ ആത്മാവ്, ആ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് വചനം പറയുന്നുണ്ട്. അതെ, ആ സത്യത്തിന്റെ ആത്മാവ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് യേശു കർത്താവ് പറയുക. എന്നിട്ട് പുറപ്പെട്ടു പോയെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നാം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാനുഷിക ബലം കൊണ്ടോ മാനുഷിക കഴിവ് കൊണ്ടോ ഒരു പക്ഷെ നിനക്ക് ചെയ്യുവാൻ കഴിയത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ആ ഉയരത്തിലെ ശക്തി നേടിയതിനു ശേഷം നിങ്ങൾ പുറപ്പെടുവേൻ. കാരണം യഥാർത്ഥമായി പ്രവർത്തിക്കണമെങ്കിൽ, യഥാർത്ഥമായി പരിവർത്തിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. വചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുക എന്നതും ഇച്ഛിക്കുക എന്നതും ദൈവത്തിന് തിരുവുള്ളം ഉണ്ടായിട്ടല്ലോ പ്രവർത്തിക്കുന്നതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ യഥാർത്ഥമായ ഒരു പ്രവർത്തനം, യഥാർത്ഥമായ ഒരു ചലനം വെളിപ്പെടണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു പട്ടാളക്കാര് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്നവര്, ഹല്ലേലൂയ, സ്തോത്രം, ഒത്തിരി നാളുകൾ കാത്തിരുന്ന് ട്രെയിനിങ് എല്ലാം എടുത്തതിന് ശേഷമാണ് അവർ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി ക്യാമ്പുകളിലാണെങ്കിലും ഒത്തിരി ട്രെയിനിങ്ങും ഒത്തിരി പരിശീലനങ്ങളും നേടിയതിന് ശേഷമാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഓരോരുത്തരും ആ പട്ടാളത്തിൽ അല്ലെങ്കിൽ ജോലിക്കായിട്ട് പ്രവേശിക്കുന്നത്. അതെ, ആ പരിശീലന കാലം, ഹല്ലേലൂയ, അത് അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു യുദ്ധവീരാണിക്ക് ആ യുദ്ധമുറകളെല്ലാം പയറ്റി പഠിച്ചെടുക്കേണ്ട ആവശ്യകത വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തയ്യാറായതിനു ശേഷം മാത്രമേ അവൻ യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ അതിന്റെ പരിണിത ഫലം? തോൽവിയായിരിക്കും, നാശമായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സ്ഥിരത ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഹല്ലേലൂയ. യഥാർത്ഥമായി നിനക്കൊരു വിജയം കൈവരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരു ജയം നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. തന്റെ ശിഷ്യന്മാർ, ഹല്ലേലൂയ, യേശു കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ പത്രോസ്, ഹല്ലേലൂയ, യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ
3000-ഓളം പേർ വിശ്വാസ സ്നാനമേൽക്കുവാൻ തയ്യാറായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ, കർത്താവ് പറഞ്ഞത് അവർ അനുസരിച്ചപ്പോൾ, ആ പരിശുദ്ധാത്മാവിന് അത്യന്ത ശക്തി ധരിക്കുവോളം അവർ കാത്തിരുന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അവരെ ശക്തമായി ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കും വേണ്ടേ ആ അഭിഷേകത്തിന്റെ, ആ കൃപയുടെ, ആ ഉണർവിന്റെ ശക്തി? ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹിക്കുന്നവരിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരിൽ ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ഇറങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ എനിക്കും ഒന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രാർത്ഥന ഈ അന്തരീക്ഷ മണ്ഡലങ്ങളെ കീറിമുറിച്ച്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയും നിനക്കുള്ള മറുപടിയുമായി, നിനക്കുള്ള സൊല്യൂഷനുമായി അത് നിന്നിലേക്ക് മടങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വൈദ്യശാസ്ത്രം നിനക്ക് തരാത്തത്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിന്ന് നിനക്ക് ലഭിക്കാത്ത ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഹല്ലേലൂയ, ഒരു സമാധാനം, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം പരസ്യ ശുശ്രൂഷകൾ ചെയ്തു പോന്നിരുന്നു. ഹല്ലേലൂയ. ദൈവഹിതം നിവർത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏത് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ജനങ്ങൾ യേശു കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ അതിന്, ഹല്ലേലൂയ, നിരന്തരമായ ഒരു പരിഹാരം യേശു കർത്താവ് അവർക്ക് നൽകുമായിരുന്നു. അതെ, നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും, ഹല്ലേലൂയ, ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഒരേ ഒരു ആൻസർ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സത്യദൈവമായ യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ പുതിയ നിയമത്തിലെ ആദ്യത്തെ ഉണർവ് ആ കാലഘട്ടങ്ങളിലായിരിക്കാം വെളിപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഈ ലോകം വിട്ടു പോയപ്പോൾ, ഹല്ലേലൂയ, ആ സ്വർഗാരോഹണ സമയത്ത്, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യസ്ഥന്റെ ചുമതല എന്താ? ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, ഹല്ലേലൂയ, അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ആ വ്യക്തിയുടെ എല്ലാ നന്മയ്ക്കായും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യസ്ഥൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു വ്യക്തി ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ, ഹല്ലേലൂയ, അതിന്റെ നന്മയ്ക്കായിട്ട് ആ ഭവനത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട്, ഹല്ലേലൂയ, നാം നിയോഗിക്കുന്ന വ്യക്തിയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വചനം പറയുക, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതെ, യേശു കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കലും വിടത്തില്ല. ഞാൻ ഈ ലോകം വിട്ടു പോയാലും, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ നിൽക്കേണ്ടതിന്, അല്ലെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് പോകുക. ഹല്ലേലൂയ. യേശു കർത്താവ് എങ്ങോട്ടാ പോകുന്നത്? തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക്, ആ സ്വർഗീയ മഹത്വത്തിലേക്ക്, ആ സ്വർഗീയ നിവാസത്തിലേക്ക് യേശു കർത്താവ് പോവുക. ഹല്ലേലൂയ. അതെ, ആ നിത്യ സമാധാനത്തിലേക്ക്, ആ നിത്യ സന്തോഷത്തിലേക്ക് യേശു കർത്താവ് പോവുക. ഈ ഭൂമിയിൽ ഓരോ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കൂടെ ഒരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു, ഹല്ലേലൂയ, നമ്മുടെ സത്യദൈവമായ യേശു കർത്താവ്. ആ കർത്താവ് സ്വർഗാരോഹണ സമയത്ത് പറയുക, ഞാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകി തരുവാനിടയായി തീരും. യേശു കർത്താവ് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നാളുകളിലേക്കാ പോകുന്നത്. തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു സ്ഥിരവാസത്തിനായിട്ട് തന്നെയാണ് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ഒരു നല്ലത് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മയിലേക്ക്, ഒരു പ്രൊമോഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവരാരെങ്കിലും നമ്മളെ ഓർക്കാറുണ്ടോ? അവരാരെങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഹല്ലേലൂയ. അവരെല്ലാവരും ടാറ്റ കാണിച്ച് ഹല്ലേലൂയ നല്ല രീതിയിൽ യാത്ര പറഞ്ഞ് ഹല്ലേലൂയ നമ്മെ വിട്ടു പോകുവാനിടയായി തീരും. ഒരിക്കൽ പോലും നാം ഈ ഒരു അവസ്ഥയിലാണല്ലോ, അല്ലെ കഴിഞ്ഞു പോയ നാളുകളിൽ നാം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് പോലും ഹല്ലേലൂയ ഒരു പക്ഷേ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും നമ്മെ കുറിച്ച് വിചാരിക്കത്തില്ലായിരിക്കാം. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഒരു കാര്യസ്ഥനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടാണ് പോകുന്നത്. ഈ ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യാൻ അതിനവനെ ലഭിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളോ, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരും. ഈ ലോകത്ത് മുക്കോടി ദൈവങ്ങളുണ്ട്. ഓരോ മുക്കിലും മൂലയിലും നോക്കുകയാണെങ്കിൽ ദൈവങ്ങളാ. ഓരോ വ്യക്തിയും ഓരോ ദൈവത്തിലാ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഏത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയതിനു ശേഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഹല്ലേലൂയ വീണ്ടും വരുമെന്ന് ഈ ലോകത്തിലെ ഏത് ദൈവം പറഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ എന്നോട് കൂടെ ഇരുത്തുവാൻ ഹല്ലേലൂയ ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്നും അതുവരെ നിങ്ങളുടെ രക്ഷയ്ക്കായി ആ കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകി തരുമെന്നും പറഞ്ഞിട്ട് പോയ എത്ര ദൈവത്തെ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും? അതെ, അങ്ങനെ പറഞ്ഞിട്ട് പോയ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സത്യ ദൈവമായ യേശു കർത്താവ് മാത്രമാ. ഹല്ലേലൂയ സ്തോത്രം. ആ യേശു കർത്താവ് എന്തിനാ പോയിരിക്കുന്നേ? പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വാസസ്ഥലം ഒരുക്കാൻ. ഹല്ലേലൂയ. സമയമാകുമ്പോൾ തിരികെ വന്ന് തന്റെ മണവാട്ടിയായ സഭയെ ചേർത്തുകൊള്ളുവാൻ ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും വാസസ്ഥലം ഒരുക്കുവാനാണ് ഹല്ലേലൂയ സത്യദൈവമായ യേശു കർത്താവ് പോയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ യഥാർത്ഥമായ ഉണർവ് വെളിപ്പെടുന്നു എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ യഥാർത്ഥമായ ഉണർവ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഹല്ലേലൂയ ഉടലെടുക്കുന്നത്? പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയായി തീരും. വചനം പറയുന്നുണ്ട്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതെ, ആ സത്യസുവിശേഷം, ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ഈ ലോകത്ത് ശോഭിക്കാതിരിപ്പാൻ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ദൈവം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധിപതി ഹല്ലേലൂയ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളിൽ ഹല്ലേലൂയ അതെ ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാതിരിക്കുവാൻ കാരണമായി തീരും. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് അത് ഹല്ലേലൂയ തടസ്സം നിൽക്കുന്നു. മാത്രമല്ല, ഒരു വ്യക്തിയിൽ അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനും ഈ ലോകത്തിന്റെ ദൈവങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധിപതികൾ ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്നു എന്ന് വചനം പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുപോലെ 6-ാമത്തെ വചനം പറയുന്നു, ഇരുട്ടിൽ നിന്ന് പ്രകാശം
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവം ഹല്ലേലൂയ നമ്മെ ഇരുട്ടിൽ നിന്ന് ഹല്ലേലൂയ വെളിച്ചത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ആ അന്ധകാരത്തിൽ നിന്ന് വിട്ടുവെച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് ഹല്ലേലൂയ ലേഖനങ്ങളിൽ വായിക്കുവാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഹല്ലേലൂയ നമ്മെ കൊണ്ടു ചെന്നെത്തിച്ച ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതെ, ഒരുക്കത്തോടെ ഇരുന്നവർക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായി അറിഞ്ഞ് ജീവിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ആ യേശു കർത്താവ് എന്ന സത്യ ദൈവം, ആ സത്യ സുവിശേഷം ഹല്ലേലൂയ തങ്ങളുടെ മനസ്സിൽ വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ സത്യ സുവിശേഷത്തെ അറിയുവാൻ ഇടയായിത്തീരും, സ്വർഗരാജ്യത്തെ അറിയുവാൻ ഇടയായിത്തീരും, സത്യ ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീരും. അപ്രകാരം ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ നിന്ന് ആ ഉണർവെന്ന ആ പുനർജനനം ഹല്ലേലൂയ ഉടലെടുക്കുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ അനുദിനവും നാം പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം പറയുന്നുണ്ട്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നാം അനുദിനം പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അനുദിനം നമ്മെ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുക. നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, നോട്ടങ്ങളിൽ, ചിന്തകളിൽ ഹല്ലേലൂയ, സ്തോത്രം. ഓരോ നിമിഷവും നാം ഓരോരുത്തരും നാം അറിയാതെ തന്നെ ഈ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പൗലോസിന് ലഭിച്ച ആ ദൈവകൃപയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ തന്റെ മിഷനറി പ്രവർത്തനങ്ങളിൽ ഒത്തിരി ദൈവസഭകൾ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒത്തിരി പേരെ സത്യസുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് ഹല്ലേലൂയ കൊണ്ടുവരുവാൻ പൗലോസ് അപ്പോസ്തലന് ഹല്ലേലൂയ അതിന് സാധിച്ചു. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാ, ഞാൻ ജ്ഞാനമുള്ളൊരു ശില്പിയായി നല്ലൊരു അടിസ്ഥാനം ഇട്ട് തന്നിരിക്കുക. ഹല്ലേലൂയ. അതെ, നമുക്ക് അല്ലെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ഹല്ലേലൂയ അതെ കഷ്ടതയിലൂടെ ദൈവരാജ്യം പണിതെടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം പറയുക, ഞാൻ എല്ലാവർക്കും അടിസ്ഥാനമുള്ള ഹല്ലേലൂയ ഒരു ബേസിക് ജ്ഞാനമുള്ളൊരു അടിസ്ഥാനം ഇട്ട് തന്നിരിക്കുന്നു എന്ന് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ആ മറ്റൊരുത്തൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ. ഹല്ലേലൂയ. നമുക്കിട്ട് തന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇതാണ് സത്യദൈവം, ഇതാണ് സുവിശേഷം. നാം എങ്ങനെയുള്ളവരായിരുന്നു, നാം ഇപ്പോൾ എങ്ങനെയുള്ളവരായിരിക്കുന്നു, നാം എങ്ങനെയുള്ളവരായി തീരണമെന്നെല്ലാം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും പ്രസംഗിച്ചും ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ജീവിതം നയിക്കുവാൻ അനുദിനവും പ്രബോധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തന്റെ ദൈവജനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവസഭകൾക്ക് ഹല്ലേലൂയ അനുദിനവും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തെ കുറിച്ച് ഹല്ലേലൂയ
തന്റെ ജനങ്ങളെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും പോന്നു. അപ്പൊ അപ്പോസ്തലൻ പറയാ, അത് അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അതിനു മീതെ പണിയുന്നത് ഹല്ലേലൂയ മറ്റൊരുത്തനാ. ആ മറ്റൊരുത്തൻ എന്ന് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെയാ. അപ്പൊ നാം ഒരു അടിസ്ഥാനം സ്വീകരിച്ചവരാ. നമ്മളിൽ എല്ലാവരിലും ഒരു അടിസ്ഥാനമുണ്ട്. ഇനി നമ്മെ പണിതുകൊണ്ട് വരേണ്ടത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. നാം എങ്ങനെയായി തീരണം, അല്ലെങ്കിൽ ഇനി നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയുള്ളതായി തീരണമെന്നെല്ലാം ഹല്ലേലൂയ നമ്മെ അനുദിനവും പണിതെടുക്കേണ്ടത് പരിശുദ്ധാത്മാവാ. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് വചനം പറയുന്നു. അതെ, ദൈവഹിത പ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവേഷ്ടം നടത്തുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരിൽ മാത്രമേ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന് തന്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോ താൻ എങ്ങനെ പണിയപ്പെടുന്നുവെന്ന് താൻ തന്നെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എത്ര പേർ ഒരുക്കത്തോടെ ദൈവഹിതം ഹല്ലേലൂയ തന്നിൽ ഹല്ലേലൂയ തന്നിൽ നിവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരിൽ മാത്രമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് യഥാർത്ഥമായി തന്റെ ലക്ഷ്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ പരിശുദ്ധാത്മാവ് അനുദിനവും ഒരു വ്യക്തിയെ പണിയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവനിൽ ഒരു ഉണർവ് തീർച്ചയായും വെളിപ്പെടുവാനിടയായി തീരും. നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള ആ വിശുദ്ധ ജനം ഹല്ലേലൂയ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ അദൃശ്യമായ ചങ്ങലയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ലോകത്ത് ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഒത്തിരി സ്നേഹിച്ചവരായിരിക്കാം, കുറച്ചു കാലം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അത് ഈ ലോകബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, നാം പണിയപ്പെട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവെന്ന അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ വിശുദ്ധന്മാരെയും പരസ്പരം ലോകമെമ്പാടുമുള്ള വിശുദ്ധ ജനങ്ങളെ, ദൈവജനങ്ങളെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന അദൃശ്യമായ ചങ്ങല കൊണ്ടാ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എത്ര ദൂരത്തായിരുന്നാലും ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഒരുമിച്ച് കൈകോർക്കുവാൻ കഴിയുന്നത്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്, ആ ഉണർവിന്റെ കാറ്റ് നമ്മുടെ മേൽ ഹല്ലേലൂയ ഒരുമിച്ച് അടിക്കുവാനിടയായി തീരുന്നത്. ദൈവം കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ നടുവിൽ ഹല്ലേലൂയ ഒരു കാറ്റടിപ്പിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവത്തിന് ഒരു കാറ്റടിപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ അതിന് പിന്നിൽ തീർച്ചയായും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ദൈവം നിന്നിൽ ഒരു കാറ്റടിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഒരു സഭയിൽ ഒരു കാറ്റടിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് തീർച്ചയായിട്ടും നിന്റെ മേൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവം നമ്മിൽ നിന്ന് ഇച്ഛിക്കുന്നത് എന്താ? സുവിശേഷീകരണം. ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷീകരണം. ഒരു ജാതി പോലും ഒരു വ്യക്തി പോലും ഹല്ലേലൂയ നഷ്ടപ്പെടാതെ ഹല്ലേലൂയ ആ പാപം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനാണ് ഹല്ലേലൂയ ദൈവം ഇന്നും ഇച്ഛിക്കുന്നത്. അതിന് സത്യദൈവത്തെ മനസ്സിലാക്കിയ നാം എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ സുവിശേഷം പറയണം. സുവിശേഷീകരണം ഈ ലോകമെമ്പാടും ശക്തമായി നടക്കണം. ഒരു അന്ത്യകാല ഉണർവ് ഈ ലോകമെമ്പാടും ഹല്ലേലൂയ അന്ത്യകാല ഉണർവ് ഈ ലോകമെമ്പാടും ആളി കത്തണം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മേലുള്ള പദ്ധതി, നിന്റെ മേലുള്ള നിയോഗം, നിനക്ക് ദൈവം നൽകിയിട്ടുള്ള ലക്ഷ്യം ഈ അവസാന നാളുകളിൽ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നോക്കുകയാണ്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിക്കോദീമോസിനോട് പറയുന്നുണ്ട്, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ നീ അറിയുന്നില്ല എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ ഉണർവിന്റെ കാറ്റ് ഹല്ലേലൂയ അത് ഇഷ്ടമുള്ള ഇടത്ത് വെളിപ്പെടും. ഇന്ന സ്ഥലത്തെ വെളിപ്പെടൂ എന്നൊന്നും ഹല്ലേലൂയ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഉണർവിന്റെ കാറ്റ് ഹല്ലേലൂയ ദൈവം നിശ്ചയിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത്, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഹല്ലേലൂയ അതിന് ഇന്ന സമയം
കാലം എന്നൊന്നില്ല, അത് വെളിപ്പെടുവാനിടയായി തീരും. ആ ഉണർവിന്റെ കാറ്റ് വീശുവാൻ, ഹല്ലേലൂയ, ആ ഉണർവിന്റെ ഹല്ലേലൂയ ആ തീ കത്തുവാൻ ഇടയായി തീരുമെന്ന് വചനം പറയുന്നുണ്ട്. അതെപ്പോൾ എങ്ങനെയെന്ന് നാം അറിയത്തില്ല. പക്ഷേ ആ കാറ്റ് വീശുവാൻ, ആ കാറ്റിനെ സ്വീകരിപ്പാൻ, ആ അഗ്നിയാകുന്ന, ആ ഉണർവാകുന്ന അഗ്നിയെ സ്വീകരിപ്പാൻ നാം ഓരോ നിമിഷവും ഒരുക്കമുള്ളവരായി തീരണം. നാം ഓരോ നിമിഷവും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. എസ്കേലിന്റെ പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ടു നിർത്തി ഹല്ലേലൂയ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഈ കാറ്റിനോട് പ്രവചിക്ക എന്ന്. ഏതാ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. അതിന് പ്രവാചകൻ പറയുന്നുണ്ട്, അത് നീ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, കാറ്റേ, നീ 4 ദിക്കിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകൻ അപ്രകാരം പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഒരു ശ്വാസം അവരുടെ ഉള്ളിൽ നിന്ന് വരുവാനിടയായി തീർന്നു. മാത്രമല്ല, അതിന് മജ്ജയും മാംസവും വെച്ച് ഓരോ അസ്ഥികളും ഹല്ലേലൂയ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അതെ, ആ ഉണങ്ങിയ അസ്ഥികളെ ഹല്ലേലൂയ ജീവൻ നൽകി ഒരു വലിയ സൈന്യമായി ഉയർപ്പിക്കാൻ പ്രവാചകന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നിൽ വീശിയടിച്ച ആ കാറ്റിനും അല്ലെങ്കിൽ നിന്നിലേക്ക് ഇറങ്ങി വന്ന ആ അഗ്നിക്കും, ഹല്ലേലൂയ, അതുപോലുള്ള ഒരു കോളിളക്കം, അതുപോലുള്ള ഒരു ചലനം, ഹല്ലേലൂയ, നിന്നിൽ കൊണ്ടുവരുവാൻ തീർച്ചയായും ഇടയാകും. ഹല്ലേലൂയ, അതുപോലുള്ള ഒരു കാറ്റാണ് നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും വീശേണ്ടത്. ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന് വ്യക്തികളെ ജീവിപ്പിക്കാൻ, പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ, ഒരു അന്ത്യകാല ഉണർവ് ഈ ദേശത്ത് വ്യാപരിപ്പിക്കാൻ, ഹല്ലേലൂയ, അതിനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതെ, ആ ഉണർവ് നമ്മിൽ നിന്ന് ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ ഉണർവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദൈവജനമായ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉടലെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, എനിക്ക് ലഭിച്ച വൻകര എന്ന് പറയുന്നത് യൂറോപ്പ്. ഹല്ലേലൂയ, സ്തോത്രം. യൂറോപ്പിൽ ഏകദേശം ഹല്ലേലൂയ 44 രാജ്യങ്ങളാണുള്ളത്. അതുപോലെ ഏകദേശം പറയുകയാണെങ്കിൽ 74 കോടി ജനങ്ങൾ ആ യൂറോപ്യൻ വൻകരയിൽ ഹല്ലേലൂയ താമസിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരു നിമിഷം ആ വൻകരയ്ക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആ യൂറോപ്പ് എന്ന വൻകരയ്ക്കായി ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ കർത്താവേ, ഒരു ഉണർവിന്റെ കാറ്റ് ആ വൻകരയിൽ വീശണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെയുള്ള ജനങ്ങളെല്ലാം യേശുവിനെ അറിയുവാൻ, ഹല്ലേലൂയ, അവരിൽ നിന്നെല്ലാം ഒരു ഉണർവിന്റെ കാറ്റ് ഉടലെടുക്കുവാൻ കർത്താവ് അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ രാജ്യങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ മിഷനറി പ്രവർത്തനം ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദാസിമാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ സുവിശേഷ വിരോധികളെ ഹല്ലേലൂയ അങ്ങ് അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പെങ്ങും വെളിപ്പെടാത്ത ഹല്ലേലൂയ ഒരു ഉണർവ് ആ വൻകരയിൽ ഹല്ലേലൂയ ഈ നാളുകളിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അപ്രകാരം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.